ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഭവിഷ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാക്കി ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ 6 ഡോട്ട്സിൻ്റെ കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളാം. നമ്മളിവിടെ നോ യൂസ് ദ പ്രീസ് റിപ്ലൈഡ് ഐ എം സോറി എന്ന് പറയുന്നത് വരെയാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. When I was older, I went to school with the other village children. അപ്പം ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലാറാണ്, ചിൽഡ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറലാണ്. ഓക്കെ, അപ്പം ചിൽഡ്രൻസ് എന്ന് ഒരിക്കലും പറയില്ല, ചിൽഡ്രൻ എന്നേ പറയുള്ളൂ. അപ്പം ഞാൻ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ ഇപ്പം 5 വയസ്സിലൊക്കെയാണ്, 5 വയസ്സിലാകുമ്പോൾ നമ്മൾ LKG ആവും അല്ലേ, LKG UKG ഒക്കെ ആകും. ബട്ട് ഈ കുട്ടി 5 വയസ്സിൽ സ്കൂളിൽ പോയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ഒന്ന് പ്രായമായപ്പോൾ ഇവൻ എന്ത് ചെയ്തു, സ്കൂളിൽ മറ്റുള്ള ഇവൻ്റെ അടുത്ത ഗ്രാമത്തിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. All day they wrote down words and numbers or read aloud from printed pages. I sat in the front row listening and memorizing. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവർ എൻ്റെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് അക്ഷരങ്ങളും അതുപോലെ തന്നെ നമ്പറുകളും ഒക്കെ സംഖ്യകളും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കും. എന്താണ് പിന്നീട് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, വളരെ ഒച്ചത്തിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള നമ്മളെ ടെക്സ്റ്റ് ബുക്കില്ലേ, അത് ഇതുപോലത്തെ പേജസിൽ നിന്നൊക്കെ വളരെ ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഏറ്റവും ആദ്യത്തെ ബെഞ്ചിലാണ് ഇരിക്കുന്നത് കേട്ടോ, സ്കൂളിലെ ഏറ്റവും ആദ്യത്തെ ബെഞ്ചിൽ ഇരുന്നിട്ട് ഞാൻ അതൊക്കെ കേട്ടിങ്ങനെ മെമ്മറൈസ് ചെയ്ത് എടുക്കുമെന്നാണ് പറയുന്നത്. Do you have books for blind children? I asked my teacher. ഞാൻ എൻ്റെ ടീച്ചറിനോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബുക്ക് ഉണ്ടോ ബ്ലൈൻഡ്, കണ്ണ് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്? No, Louis, the teacher replied. I am sorry. എന്താണ് അപ്പോൾ എന്താ പറയുന്നേ, ഈ പ്രീസ്റ്റ് കൊടുത്ത അതേ റിപ്ലൈ തന്നെ ടീച്ചറും കൊടുക്കുകയാണല്ലേ, എൻ്റെ കയ്യിൽ ഇല്ല ലൂസേ, സോറി എന്ന് പറയാണ്. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് പീപ്പിൾ ടു ഫീൽ സോറി ഫോർ മീ. പക്ഷെ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു ആളുകൾ എന്നോട് ഇങ്ങനെ സഹതാപം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയാണ്. I just wanted to read and write on my own. എനിക്ക് ബാക്കിയുള്ളവരെ പോലെ എഴുതുകയും വായിക്കുകയും ഒക്കെ വേണമായിരുന്നു, like everyone else, എല്ലാവരെയും പോലെ. അടുത്തത് നോക്കിക്കോ. That was when a neighbor of mine, a marquis with influence എന്ന് വെച്ച് കഴിഞ്ഞാൽ got me admitted to the royal school for the blind in Paris. എൻ്റെ ഒരു നൈബർ ആയിട്ടുള്ള മാർക്യൂസ് മീൻസ് എന്താണ്, ഒരു സൊസൈറ്റിയുടെ വരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മാർക്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരാൾ എന്നെ എന്ത് ചെയ്തു, റോയൽ സ്കൂൾ ബ്ലൈൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള, അതായത് കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂൾ, പാരീസിലെ ഒരു റോയൽ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. I was excited. I was told there would be books for the blind in the school. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, ഞാൻ ഭയങ്കര എന്ത് ചെയ്തു, ആകാംക്ഷയിലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് ബ്ലൈൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ബുക്കുകളൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. But Mama thought I was too young to be away from home. പക്ഷേ മാമൻ എന്നോട് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഒരുപാട് കുഞ്ഞിതാണെന്നാണ് പറഞ്ഞത്, ഒരുപാട് കുഞ്ഞാണ്, നീ വീട്ടിൽ നിന്നും പോകാറായിട്ടില്ല എന്ന് പറഞ്ഞു. I was only 10 then. ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് 10 വയസ്സായതേ ഉണ്ടായിരുന്നുള്ളൂ. I love you, I told Mama and Papa, but I must go. എന്താണ്, എനിക്ക് നിങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പോയേ പറ്റുള്ളൂ മാമ, അച്ഛാന്ന് പറയാണല്ലേ. At the school for the blind, a guide led me to the library. He taught me to read by tracing the raised letters on a board with my fingers. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ സ്കൂളിൽ ഞാൻ പോയി. ആ സ്കൂളിൽ നിന്നിട്ടും എന്നെ എന്ത് ചെയ്തു, അവിടുത്തെ ഒരു ഗൈഡ് മീൻസ് വഴികാട്ടി, ഈ ബ്ലൈൻഡ് ചിൽഡ്രനോടൊക്കെ ഇങ്ങനെ ഒരു വഴികാട്ടി ഇങ്ങനെ നടക്കും. ഓക്കെ, ഇങ്ങനെ നടക്കും. അപ്പം അങ്ങനെ ആ ഒരു വഴികാട്ടി എന്നെ എന്ത് ചെയ്തു, ഗൈഡ് എന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. ലൈബ്രറിയിൽ കൊണ്ടുപോയിട്ട് എന്നെ വായിക്കാൻ പഠിപ്പിച്ചു. ഇങ്ങനെ 3D ലെറ്റേഴ്സ് പോലെയൊക്കെയുള്ള ലെറ്റേഴ്സാണ്, അതായത് ഇങ്ങനെ തൊട്ട് വായിക്കാനായിട്ടുള്ള അങ്ങനത്തെ ലെറ്റേഴ്സ് വെച്ചിട്ട് എന്നെ വായിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയാണ്. എന്താണ്, മൈ ഫിംഗേഴ്സ് ട്രേസ്ഡ് ഈച്ച് ലെറ്റർ. എന്താണ്, അതിൻ്റെ ഫിംഗറുകൾ ഓരോ ലെറ്ററും ഇങ്ങനെ തൊട്ട് നോക്കി. Just
എന്താണ് ലെറ്റർ. ജസ്റ്റ് ആസ് ഐ ഡൺ വിത്ത് ദ ലെറ്റേഴ്സ് പപ്പ ഹാഡ് മെയ്ഡ് ഫോർ മീ അറ്റ് ഹോം. ഞാൻ എന്താ ചെയ്തത്, എൻ്റെ പപ്പ എനിക്ക് വീട്ടിൽ എങ്ങനെയാണോ ആ ലെറ്റേഴ്സ് ഉണ്ടാക്കി തന്നത് അതുപോലെ ആയിരുന്നു അതെന്ന് പറയാണ്. ബട്ട് ദ ബോർഡ് വാസ് ലോങ്. പക്ഷെ ആ ബോർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു എന്ന് പറയാണ്. ആൻഡ് ദ ലെറ്റേഴ്സ് വെർ ടു ലാർജ്. ആ ലെറ്ററുകളും വലുതായിരുന്നു എന്ന് പറയാണ്, ഭയങ്കര വലുതായിരുന്നു എന്ന് പറയാണ്. ഐ ഹാഡ് ടു ടേക്ക് ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസസ്. എനിക്ക് ഒരു സെൻറ്റൻസ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ പേജ് മറിക്കണമായിരുന്നു. ദ വേർഡ്സ് വെർ ലാർജ് ആസ് മൈ ഹാൻഡ്. അവർ ഓരോ വാക്കുകളും എൻ്റെ കൈനേക്കാളും ഒക്കെ വലുതായിരുന്നു എന്ന് പറയാണ്. പിന്നെന്താണ്, എ സെന്റൻസ് ടുക്ക് അപ്പ് ഹാഫ് എ പേജ്. ഒരു സെന്റൻസ് ഒരു പേജിന്റെ പകുതി തന്നെ ഉണ്ടാവും. ഐ സൈഡ് ഈവൻ ഇഫ് ഐ റീഡ് 100 books ലൈക്ക് ദിസ് ഹൗ മച്ച് ഐ കുഡ് ലേൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ അവൻ ചിന്തിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഉള്ള ഒരു 100 ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോരം പഠിക്കും എന്നിങ്ങനെ ആലോചിക്കുകയാണ് അല്ലേ അവൻ. സൈഡ് മീൻസ് ദീർഘനിശ്വാസം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ സപ്പോർട്ട്.